ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ കൈപ്പറ്റിയ കൊല്ലത്തെ മുസ്ലിം ലീഗ് നേതാവ് മുൻപും തട്ടിപ്പ് നടത്തിയതിന്റെ വിവരങ്ങൾ പുറത്ത്. ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി പറ്റിച്ചത് നിരവധി പേരെയാണ്. മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളടക്കം പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു. ഇരയായവർ ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തെ കണ്ട് പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജോലി വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം രൂപ തട്ടിയെടുത്ത മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള അബ്ദുൽ വഹാബ് ചില്ലറക്കാരനായിരുന്നില്ല എന്നാണ് ഈ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് മുൻപും പല രീതിയിൽ അദ്ദേഹം തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഒരു വ്യക്തി ചവറ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റസാഖ് അദ്ദേഹം ഇപ്പോൾ എന്നോട് ഒപ്പം ഉണ്ട്. എന്തായാലും ഈ ഒരു തട്ടിപ്പ്, അതായത് ഇത് ആദ്യമായിട്ടല്ല ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. 2018 ഹജ്ജിന് കൊണ്ടുപോകാൻ പറഞ്ഞ് 40ഓളം പേരുടെ കയ്യിൽ നിന്നും 3,65,000 രൂപ വീതം അയാൾ വാങ്ങിച്ചു. അങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ പൈസ ഒന്നും ഹജ്ജിന് വേണ്ടി അയാൾ അടച്ചില്ല. കാരണം കോൺസുലേറ്റിൽ അടച്ച് ഹജ്ജിൻ്റെ ഫീസൊക്കെ അടയ്ക്കേണ്ടതാണ്. അതൊന്നും അടയ്ക്കാതെ തട്ടിപ്പിലൂടെ അയാൾ സ്വന്തമാക്കുകയാണ് ചെയ്തത്. അങ്ങനെ യാത്ര മുടങ്ങി. അതിനുശേഷം പൈസ എല്ലാവർക്കും തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അയാൾ ഇതുവരെ 2018 ശേഷം ഇതുവരെയും പൈസ കൊടുത്തിട്ടില്ല. ആളുകളെല്ലാം കയറിയിറങ്ങി നടക്കുകയാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ വഞ്ചിതരായ നിരവധി പേര് നമ്മുടെ എടപ്പള്ളിക്കോട്ട, ശാസ്താംകോട്ട, തിരുവനന്തപുരം ഭാഗത്ത് ഉണ്ട്. തിരുവനന്തപുരത്തു നിന്നും നിരവധി സ്ത്രീകളുടെ കയ്യിൽ നിന്നാണ് അയാൾ പൈസ കൈപ്പറ്റിയിരിക്കുന്നത്. അവരെല്ലാം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വന്ന് കരയെ നിലവിളിക്കുകയൊക്കെ ചെയ്തെങ്കിലും പൈസയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് അതാണ് ഈ ഏറ്റവും വലിയ തട്ടിപ്പ്. 2018 ശേഷം ഇപ്പോൾ 2025 ആയെങ്കിലും ഇതുവരെയും പൈസ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. ഇയാൾ എങ്ങനെയാണ് നിങ്ങളെ സമീപിച്ചിട്ടുള്ളത്? അയാളുടെ ഹജ്ജ് ഗ്രൂപ്പ് മക്കയിൽ നിരവധി വർഷങ്ങളായി. അത് ശരിയാണ്, മക്കയിൽ താമസിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഒരു അയൽക്കാരൻ കൂടിയാണ്, എടപ്പള്ളിക്കോട്ടക്കാരനാണ്. ഇപ്പോൾ താമസിക്കുന്നത് ശാസ്താംകോട്ടയിലാണ്. നമ്മൾക്കൊക്കെ നേരത്തെ തന്നെ ചെറുപ്പത്തിലെ അറിയാവുന്ന ആളായതുകൊണ്ട് അയാളുടെ ഒരു തട്ടിപ്പ് ഒന്നും നമുക്ക് സംശയം തോന്നിയില്ല. അതുകൊണ്ടാണ് കൊടുത്തത്. ആരുടെയൊക്കെ പേര് പറഞ്ഞാണ് ഇയാൾ ഇത്തരത്തിലൊരു തട്ടിപ്പിന് നേതൃത്വം നൽകി? അതായത് നോട്ടീസ് അടിച്ചിറക്കി ഇയാളാണോ ഡയറക്ടറായിരുന്നു അതിൻ്റെ? ഇയാളെ ഡയറക്ടറായിരുന്നു. അതിൻ്റെ നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസ് നോക്കിയാൽ അറിയാം. കുറേ പേരുടെ ഡയറക്ടർമാരും ഒക്കെ പറയുന്നുണ്ട്. അതിൽ നമുക്ക് വിശ്വാസമില്ല. നമ്മൾ ഇയാളെ ഈ അബ്ദുൽ വഹാബിനെ മാത്രം വിശ്വസിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള അബ്ദുൽ കരീം ട്രസ്റ്റ് എന്നോ എന്തോ പറഞ്ഞിട്ടൊക്കെയാണ് അയാളെ അസ്സലാമ ഹജ്ജ് ഗ്രൂപ്പ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കളെ സമീപിച്ചിരുന്നോ? പരാതി സംസ്ഥാന നേതാക്കന്മാരെയൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. ലീഗ് നേതാക്കന്മാർ, അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ ET മുഹമ്മദ് ബഷീർ, ഇവരെയൊക്കെ എടുത്ത് നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അയാളെ ലീഗിൽ നിന്നെങ്കിലും മാറ്റി നിർത്തണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? അവരിൽ നിന്നും അവർ കാശ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ അയാളുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ വേറെ മറ്റ് നടപടിയൊന്നും അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ എത്ര പേരിൽ നിന്നാണ് ഈ പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്? 40ഓളം പേര് ഉണ്ട്. 40ഓളം പേരിൽ ചിലർക്കൊക്കെ കാശ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു 30ഓളം പേർക്ക് ഇപ്പോഴും കാശ് കിട്ടാനുണ്ട്. 30ഓളം പേരെന്ന് പറയുമ്പോൾ അവരിൽ നിന്നൊക്കെ എത്രയായിരിക്കും? 3,65,000. 3,65,000 ഒരാളിൽ നിന്ന്. അങ്ങനെ 40ഓളം പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇത് മാത്രമല്ല, പല രീതിയിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഓരോ വിവരങ്ങൾ വരുന്നതല്ലേ? അങ്ങനെ ഒക്കെ കേൾക്കുന്നു. എന്തായാലും ഇതിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള നടപടി വേണം. നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടണമെന്നല്ലേ ആവശ്യം? അതിനുവേണ്ടി നമ്മൾ കോടതി കേസിലാണ്. അതിൻ്റെ ഒരു കേസിനാണ് ഇന്നിവിടെ വന്നത്. കേസ് പല പ്രാവശ്യം വിളിച്ചെങ്കിലും ഹാജരായിട്ടില്ല. വക്കീൽ മാത്രമാണ് ഹാജരാകുന്നത്. ഇനി അടുത്ത 7-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് ഈ പണം തിരികെ വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഓരോ ഭാഗത്തു നിന്നും ഉയരുന്നത്. എന്തായാലും ഈയൊരു വിവരങ്ങൾ അതിനിയും ഒരുപാട് പേർ ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.